Hello guys, welcome to market analysis video. ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു മാർക്കറ്റിൽ കഴിഞ്ഞ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഡെയിലി ചാർട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് ആദ്യം അത് കാണുക. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നെന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണുക. അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം കാണുക. 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എക്സാക്ട്ലി ഇന്നത്തെ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാന് എങ്ങനെ വർക്കായി നോക്കാം. അതിന് ട്രേഡ് പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കൂടി ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വീഡിയോ കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് സെല്ലിംഗ് സൈഡാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ബൗൺസ് ബാക്ക് അതായത് ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. എക്സാക്ട്ലി ഇന്ന് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ചെറിയൊരു കൺസോളിഡേഷൻ നടത്തി ഇവിടെ. അതിനുശേഷം ഒരു സെല്ലിംഗ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നു. ഈ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടാണ് മാർക്കറ്റ് നല്ലൊരു ബൈയിങ് സ്വിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾക്കറിയാം മാർക്കറ്റ് ഒന്നെങ്കിൽ ബൈയിങ് അല്ലെങ്കിൽ സെല്ലിങ്, ഈ രണ്ട് സൈഡിലാണ് മാർക്കറ്റ് നോർമലി മൂവ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങൾ മാർക്കറ്റ് ചോപ്പി ആയിരിക്കും. മാർക്കറ്റ് വെറും ഒരു ചെറിയ റേഞ്ചിനകത്ത് അത് വളരെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാവും. മാക്സിമം ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ ബൈയിങ് ഒന്നെങ്കിൽ സെല്ലിങ്. നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന് മുമ്പത്തെ ചാർട്ടിൽ അനാലിസിസ് ചെയ്ത് എന്തൊക്കെ പോസിബിലിറ്റിയിലാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ഏത് സൈഡാണ് ട്രേഡ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കണം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ക്യാൻഡിൽ ഫസ്റ്റ് നോക്കി. കഴിഞ്ഞ 3 ദിവസം നമുക്ക് ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് ഡെയിലിയിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ പോസിബിലിറ്റി ആയിട്ട് കാണുന്നത് നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ നമ്മളുടെ ട്രേഡ് ഒരു ബൈയിങ് സൈഡ് ആണെന്ന് നമുക്കൊരു ഒരു പോസിബിലിറ്റി ആയിട്ട് അത് വെക്കാം. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് എവിടുന്നാണ് മാർക്കറ്റ് സെൽ ഓഫ് ആയതെന്ന് നമ്മളൊന്ന് നോക്കാം. ചാർട്ട് കഴിഞ്ഞ 3-4 ദിവസത്തെ ചാർട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഇവിടെ നിന്ന് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേജർ ആയിട്ടുള്ള ഒരു റീട്രേസ്മെന്റ് ഇവിടെ നടന്നിട്ടില്ല. മാർക്കറ്റ് സെല്ലിംഗ് സൈഡ് മൂവ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരിക്കലും വൺ ഡയറക്ഷനായി ഇങ്ങനെ ഒരു പാറ്റേണിൽ മൂവ് ചെയ്യില്ല. മാർക്കറ്റ് സെല്ലിംഗ് ആയാലും ബൈയിങ് ആയാലും അതിനൊരു റീട്രേസ്മെന്റ് മൂവ് ഉണ്ട്. സോ ഇവിടെ ഒരു മെയിൻ റീട്രേസ്മെന്റ് മൂവ് മാർക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബൈയിങ് സൈഡ് ഒരു റീട്രേസ്മെന്റ് ഉണ്ടാവും. അത് രണ്ടാമത്തെ പോസിബിലിറ്റി. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാകുമ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ബെസ്റ്റ് ഏത് സൈഡാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഇന്ന് ശരിയാണ് നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ബൈയിങ് സൈഡ് പോവാൻ. ഈ ബൈയിങ് സൈഡ് ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരു വലിയൊരു റീസണും കൂടി ഇന്നുണ്ടായിരുന്നു. അത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഇന്ന് നോക്കുകയാണെങ്കിൽ വളരെ
വളരെ ചെറിയ വീക്കായിട്ടുള്ള ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെ വീക്കായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ചാർട്ട് കണ്ടാൽ തന്നെ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിലാണ്. പക്ഷേ നിഫ്റ്റി ആണെങ്കിൽ നല്ലൊരു ബൈയിങ് സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിനെ കൂടി ഒന്ന് അനലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയും അധികവും ചാർട്ടിൽ മൂവ് ചെയ്യാറുള്ളത് ഒരേ ഡയറക്ഷനിൽ ഒരേ സിമിലർ പാറ്റേണിലാണ് മൂവ് ചെയ്യാറുള്ളത്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഡൈവേർജൻസ് കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ട്രേഡിങ്ങിന് ചില കോൺഫിഡൻസ് കുറവായിരിക്കും. കാരണം ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി സ്ട്രെങ്ത് കാണിക്കുന്നില്ലെങ്കിൽ നിഫ്റ്റിയെ കൂടി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ്, അല്ലെങ്കിൽ ബൈയിങ് ആയാലും സെല്ലിംഗ് ആയാലും നമുക്ക് ഏതാണ് പോസിബിലിറ്റി, ഏറ്റവും ബെസ്റ്റ് പോസിബിലിറ്റി വരാനുള്ള സാധ്യത, അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ആ ട്രേഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെയ്യുക. ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ ഗെയിമിൽ നിന്ന് ഔട്ടാകും. അതാണ് ഒരു ട്രേഡ് പ്ലാൻ്റെ നോർമൽ സംഭവം. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. സോ എനിവേ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ്ങിന് ശേഷം നിഫ്റ്റിയിൽ ഇന്നൊരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. സോ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു റിവേഴ്സൽ ക്യാൻഡിലാണോ, അതല്ല സെല്ലിങ്ങിന് ശേഷം ഉണ്ടായ ഒരു ജസ്റ്റ് റീട്രേസ്മെൻറ്റ് മാത്രമാണോ എന്നറിയാൻ നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ ബിഹേവിയറിൽ കൂടി മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. കാരണം നിഫ്റ്റിയുടെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, ക്യാൻഡിൽ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബോഡിയും രണ്ട് സൈഡും നല്ലൊരു വീക്കൊക്കെ ഉള്ള ഒരു ക്യാൻഡിലാണ് ഇന്നത്തെ ക്രിയേറ്റ് ആയത്. അത് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണെന്ന് നമുക്ക് പറയാം. കാരണം ഒരു ഇൻഡിസിസീവ്, അതായത് മാർക്കറ്റിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിൽ എന്ന്. അതായത് നെക്സ്റ്റ് ഒന്നെങ്കിൽ ഡൗൺ സൈഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സലാകും. സോ അതിന് നമ്മൾ നാളെ വെയിറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാതെ ഇന്നത്തെ കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് നിഫ്റ്റിയെ റിലയൻസിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്. റിലയൻസ് നിഫ്റ്റിയിൽ ഏറ്റവും ഹെവി വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ശരിക്കും നിഫ്റ്റി എന്ന് നല്ലൊരു ബൈയിങ് സിങ്ങിലേക്ക് മാറ്റിയത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്കും അത് ICICI ബാങ്കും ഒരു സെൽ ഓഫ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയെ അത് രണ്ടും കൂടി വളരെയധികം സെല്ലിങ് പ്രഷറിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു ഡൈവേർജൻസ് കാണുന്നത്. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയായിരുന്നു ഇന്ന്. എനിവേ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് 17 മുകളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇന്ത്യ വിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫിയർ ഇൻഡെക്സ് എന്നുകൂടി, അതായത് മാർക്കറ്റിൽ ആളുകൾ ഫിയർ ആവുമ്പോഴാണ് ഇന്ത്യ വിക്സ് കൂടുന്നത്. സോ അങ്ങനെ കൂടുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സെല്ലിങ് കൂടി പോസിബിലിറ്റി ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ FIA, നമ്മൾ കുറേ നാൾ FIA സെല്ലിങ് ഇന്നും ഓൾമോസ്റ്റ് 6,000 ക്രോറിൻ്റെ മുകളിലാണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. നല്ല ഹെവി സെല്ലിങ് അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ബൈയിങ് സിങ് നിഫ്റ്റിയിൽ കാണിച്ചെങ്കിലും പോസിബിലിറ്റി ആയിട്ട് നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സ് അല്ലെങ്കിൽ ഒരു ബൈയിങ് സൈഡ് പോകുമോ എന്ന് ക്ലാരിറ്റിയോടെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളത് വെയിറ്റ് ചെയ്തിട്ട് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നാളെ എക്സ്പയറി ഡേ കൂടിയാണ്, വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. സോ ഇന്ത്യ വിക്സ് വളരെ കൂടുതൽ കൂടിയാണ്, നല്ല ഒരു വളറ്റൈൽ മാർക്കറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ട്രേഡേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് 2 ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുക. ഒന്ന് ബൈയിങ് സൈഡും ഒന്ന് സെല്ലിങ് സൈഡും നോക്കാം. ആദ്യം നമ്മൾ മാർക്കറ്റിൻ്റെ 2 ലോ, ഇന്നത്തെ ഹൈയും ലോവും നമ്മൾ എക്സാക്ട്ലി മാർക്ക് ചെയ്യണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഡയറക്ഷനിൽ നല്ലൊരു സെല്ലിങ് നടത്തിയിട്ട് ഇവിടെ ഈ ഒരു ലൈനിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത്
മാർക്കറ്റ് ബ്രേക്ക് ഔട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഷാർപ്പ് സെല്ലിംഗ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അതല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു സെല്ലിങ്, ഈ ഒരു ഫസ്റ്റ് ഇവിടെ ഇന്നത്തെ ലാസ്റ്റ് സ്വിങ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. ഈ ഒരു ലാസ്റ്റ് സ്വിങ് ഒന്നും മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാതെ ഒരു റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാം. സോ എക്സാക്ട്ലി ഞാൻ പറഞ്ഞതുപോലെ 2 ട്രേഡ് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. കാരണം മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് നാളത്തെ മൂവ്മെൻ്റ് അനുസരിച്ച്, പ്രൈസ് ആക്ഷൻ അനുസരിച്ച് പറയാൻ പറ്റൂ ഏത് സൈഡായിരിക്കും പോവുക എന്നുള്ളത്. കാരണം പറഞ്ഞതുപോലെ മാർക്കറ്റ് സെല്ല് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു ചെറിയൊരു പോസിംഗ് ആണ് ഇപ്പം നടന്നിട്ടുള്ളത്. സോ വ്യക്തമായിട്ടും നാളത്തെ മാർക്കറ്റ് എങ്ങനെയെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ഒരു ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം, ഒന്ന് സെല്ലിംഗ് സൈഡ് ഒന്ന് ബൈയിങ് സൈഡ് നോക്കുക, അതിൻ്റെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക. സോ ഇത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.